ഒരു പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റ് നേടുമെന്നാണ് പ്രതീക്ഷ? മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്നല്ല, ഞാനതിന്റെ കൃത്യമായ കണക്ക് പറയാം. നോക്കൂ, കോൺഗ്രസ് ഇപ്പോഴുള്ളത് 42-ലാണ്. 41 ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സീറ്റിൽ നിന്ന് അവരുടെ ജയിച്ചു എന്നുള്ള 42. ഞങ്ങൾ 99 നിന്ന് 98. കേവല ഭൂരിപക്ഷം 71. കോൺഗ്രസിന് 30 സീറ്റ് കൂടുതൽ വേണം. 30 സീറ്റ്, അതായത് ഇപ്പോൾ ഉള്ള സീറ്റിന്റെ അത്രയും, ഏകദേശം 40-30 തമ്മിലാകെ 10 സീറ്റിന്റെ വ്യത്യാസം. ഞങ്ങൾക്ക് 98 നിൽക്കുന്നു. ഞാൻ 99 എന്നുള്ള കണക്കേ വിട്ടു. 28 സീറ്റുകൾ വരെ പുറകിലേക്ക് പോകാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത്, ഞാൻ അതിനെ അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ പക്ഷെ ഫീൽഡിലിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ ശ്രദ്ധിച്ചോ? ഉദാഹരണത്തിന് പറവൂര് ഞങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? തൊട്ടപ്പുറത്തെ ജില്ലയാണ്, തൊട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കയ്പമംഗലത്തെ എണ്ണം പറഞ്ഞ ജനകീയനായ ടൈസൺ മാഷെ. എന്തിനാ? പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ അവിടെ മുട്ടുകുത്തിക്കും. നിങ്ങൾ ഈ 42 തികയ്ക്കാൻ നോക്കുന്ന പറഞ്ഞു. ഞങ്ങൾ ആരെയാ പേരാവൂര് ഫീൽഡ് ചെയ്തിരിക്കുന്നത്? കെ ശൈലജ ടീച്ചർ. എന്തിനു വേണ്ടിയായിരിക്കും? നിങ്ങൾ എഴുതി വെച്ചോളുക, ഈ ഇന്റർവ്യൂവിന്റെ ഭാഗം എടുത്തു വെച്ചോളുക. എന്നിട്ട് 4-ാം തീയതി എയർ ചെയ്യണം. ഈ പേരാവൂരും പറവൂരും 2 LDF തൂക്കും, 2 ഞങ്ങൾ തൂക്കും. അപ്പോ ഇവര് 42 എത്രത്തോളം താഴേക്ക് പോകും?